2001 ഏപ്രിൽ മാസം 5 ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ വേനൽക്കാലമായിരുന്നു. അക്കാലത്ത് ഒരുപാട് സമയങ്ങളിൽ വൈദ്യുതി തടസ്സം സംഭവിക്കും. പലപ്പോഴും പവർ കട്ട് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പലരും ടെറസിന് മുകളിലാണ് കിടന്നുറങ്ങാറ്. അനിൽ ഗോപാലും അത്തരമൊരു വ്യക്തിയായിരുന്നു. ഏപ്രിൽ മാസം 5 രാത്രി അദ്ദേഹം തൻ്റെ വീട്ടിലെ ടെറസിന് മുകളിലായിരുന്നു കിടന്നുറങ്ങിയത്. ഒരു നേരിയ കാറ്റ് വീശുകയും അദ്ദേഹം സുഖമായി ഉറങ്ങുകയും ചെയ്തു. എന്നാൽ പുലർച്ചെ 2 മണിയോടുകൂടി അയാൾ ഞെട്ടി ഉണർന്നു. ആരോ തന്നെ ആക്രമിക്കുകയാണ്. കൈകളും കാലുകളും എല്ലാം പോറലേറ്റിട്ടുണ്ട്. എങ്ങനെയോ പകുതി ഉറക്കത്തിലുള്ള അയാൾ ആ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടു. പക്ഷേ ആ ഇരുണ്ട രാത്രിയിൽ അയാൾക്ക് തന്നെ ആക്രമിച്ചത് ആരാണ് എന്ന് ശരിയായി കാണാൻ കഴിഞ്ഞില്ല. രാത്രിയിൽ അപ്രത്യക്ഷമാകുന്ന ഒരു കുരങ്ങിന്റെ രൂപം മാത്രമാണ് അയാൾ കണ്ടത്. എന്തായിരുന്നു അത്? അയാളെ ആക്രമിച്ച ജീവി എന്തായിരുന്നു? ഒന്നും അറിയില്ല. അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ മറ്റൊന്നും സംഭവിച്ചില്ല. ഏപ്രിൽ മാസം 18 അദ്ദേഹത്തിന്റെ അയൽപ്പക്കത്ത് ഇതുപോലെ മറ്റൊരു കേസുണ്ടായി. വിനോദ് എന്നയാൾ ടെറസിൽ ഉറങ്ങുകയായിരുന്നു. പുലർച്ചെ 3:15 അയാൾ ഞെട്ടി ഉണർന്നു. ആരോ അയാളെ ആക്രമിക്കുകയായിരുന്നു. ഇരുട്ട് കാരണം തന്നെ ആക്രമിച്ചയാളെ കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ അതൊരു കുരങ്ങനെ പോലെ തോന്നിക്കുന്ന ജീവിയായിരുന്നുവെന്ന് വിനോദ് പറഞ്ഞിരുന്നു. അയൽപ്പക്കക്കാർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് ചിന്തിക്കാൻ പോലും കഴിയുന്നതിന് മുൻപ് പിറ്റേന്ന് രാത്രി സമാനമായ സംഭവം ഉണ്ടായി. റൈഹാസുദ്ദീൻ എന്നയാൾ തന്റെ കൂരയിൽ ഉറങ്ങുകയായിരുന്നു. ഒരു കുരങ്ങനെ പോലെയുള്ള ജീവി അയാളെ ആക്രമിച്ചു. ആക്രമണത്തിൽ ആ മനുഷ്യന് ഗുരുതരമായ പരിക്കേറ്റു. 21 ദിവസം ആശുപത്രിയിലായിരുന്നു. ഈ ആക്രമണത്തിന്റെ ഭീകരത ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലെല്ലാം വ്യാപിച്ചു. അടുത്ത കുറച്ച് ദിവസത്തിനുള്ളിൽ ഇതുപോലെ നിരവധി കേസുകൾ ഉയർന്നു വന്നു. എല്ലായിടങ്ങളിലും ആളുകൾ ആക്രമിക്കപ്പെടുകയാണ്. ചിലരുടെ കൈകളിലും മറ്റു ചിലരുടെ കാലുകളിലും പോറലുകൾ ഉണ്ടായി. ചിലരെ എന്തൊക്കെയോ കടിച്ചിട്ടുണ്ട്. ആളുകളെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ആ നിഗൂഢ ജീവി പകുതി കുരങ്ങനും പകുതി മനുഷ്യനുമാണെന്ന് എല്ലാ പ്രദേശങ്ങളിൽ നിന്നും റിപ്പോർട്ടുകൾ ഇങ്ങനെ പ്രവഹിക്കാൻ തുടങ്ങി. അതൊരു മങ്കി മാൻ ആയിരുന്നു. 2021 ഏപ്രിലിനും മെയ് മാസത്തിനുമിടയിൽ മങ്കി മാൻ ആക്രമിക്കപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്ത ആളുകളുടെ 100ഓളം കോളുകൾ ഡൽഹി പോലീസിന് ലഭിച്ചു. ആദ്യത്തെ കുറച്ച് ആക്രമണങ്ങൾ ഗാസിയാബാദിലായിരുന്നു. അതിനുശേഷം കിഴക്കൻ ഡൽഹിയിൽ, നോയിഡ, ഒടുവിൽ ഡൽഹിയിലെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നെല്ലാം റിപ്പോർട്ടുകൾ വരാൻ തുടങ്ങി. 65-ലധികം സ്ഥലങ്ങളിൽ നിന്നും കോളുകൾ വന്നു. ഓരോ ആക്രമണത്തിനും പറയാൻ ഒരേ കഥയായിരുന്നു ഉണ്ടായിരുന്നത്. അർദ്ധരാത്രിയിൽ ആളുകൾ ടെറസിന് മുകളിലോ പുറത്തോ കിടന്നുറങ്ങുമ്പോൾ മങ്കി മാൻ വന്ന് പെട്ടെന്ന് അവരെ ആക്രമിച്ചു. അതിനുശേഷം പെട്ടെന്ന് അപ്രത്യക്ഷമായി. എന്നാൽ അതിന്റെ കാൽപ്പാടുകളോ അതിന്റെ അടയാളങ്ങളോ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചതുമില്ല. അവശേഷിച്ചതെല്ലാം പോറലുകളും പരിക്കുകളും കടിയേറ്റ പാടുകളും മാത്രമായിരുന്നു. ഡൽഹിയിൽ മങ്കിമാൻ കാരണം വ്യാപകമായ ഭീകരതയും ഭയവും ഉണ്ടായി തുടങ്ങി. 3 പേർക്ക് ജീവൻ വരെ നഷ്ടപ്പെട്ടു. ആളുകൾ ഈ മങ്കിമാൻ അവരുടെ അയൽപ്പക്കത്ത് വന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ മങ്കിമാൻ വരുന്നു, നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ഓടുക എന്നൊക്കെ ഇങ്ങനെ ഉറക്കെ വിളിച്ച് പറയുമായിരുന്നു. അപ്പോൾ ആളുകൾ വല്ലാത്ത പരിഭ്രാന്തിയിലും കുഴപ്പത്തിലും സ്വയം പരിക്കേൽപ്പിക്കാൻ തുടങ്ങി. വീടുകളിലൊക്കെ ഒളിച്ചിരിക്കും. ചിലരൊക്കെ മേൽക്കൂരയിൽ നിന്നും ചാടിയ സംഭവം പോലും ഉണ്ടായിട്ടുണ്ട്. ഡസൻ കണക്കിന് ആളുകൾക്ക് ഇതുമൂലം ഒടിവുകളും ചതവുകളും സംഭവിച്ചിട്ടുണ്ട്. മേൽക്കൂരയിൽ നിന്നും ചാടിയതിനാൽ ഒരാൾ മരിച്ചു. മങ്കിമാനെ ഭയന്ന് പടിക്കെട്ടിൽ നിന്നും വഴുതി വീണപ്പോൾ ഒരു ഗർഭിണിയായ സ്ത്രീയും ഇതുപോലെ മരിച്ചു. ആ സ്ത്രീ ഒരു നിഴൽ മാത്രമേ കണ്ടിരുന്നുള്ളൂ. മങ്കിമാൻ വന്നിട്ടുണ്ടെന്ന് അവർ ഭയന്ന് വിശ്വസിച്ച് ഓടി. ഇത്രയധികം റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നിട്ടും ആരും മങ്കിമാനെ അടുത്ത് കണ്ടിട്ടില്ല. അവർ ചെറിയൊരു നിഴൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. മിക്ക ആളുകളും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. എന്നാൽ ഈ ആളുകളുടെ എല്ലാം വിവരണം കേൾക്കുമ്പോൾ വ്യത്യസ്ത ആളുകളുടെ വിവരണം വ്യത്യസ്തമായിരുന്നു. മങ്കിമാൻ ഒരു കുരങ്ങനെ പോലെ ആയിരുന്നില്ല, മറിച്ച് കൂടുതൽ മനുഷ്യ സമാനമായിരുന്നു എന്ന് തുടക്കത്തിൽ ചില വിവരങ്ങൾ വന്നു. അജയ് എന്നയാളെയാണ് മങ്കിമാൻ ആക്രമിച്ച ആദ്യ ഇര. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ മങ്കിമാൻ വെളുത്ത നിറമുള്ള ഒരാളായിരുന്നു. നീല കണ്ണുകളും വലിയ മുഖവും ഉണ്ടായിരുന്നു. മങ്കിമാൻ നേപ്പാളി വംശജനാണെന്ന് അയാൾ വിശ്വസിച്ചു. दिखने में उसका गोरा रंग था और जैसे नेपाली होते हैं चाइनीज नेपाली वैसा चेहरा था उसका. मोटी मोटी नाक थी उसकी, आंखें भी काफी बड़ी थी, नीली आंखें थी उसकी. എന്നാൽ ഈ ആക്രമണങ്ങളുടെ പിൽക്കാല ഇരകൾ പറഞ്ഞത് അവരുടെ അഭിപ്രായത്തിൽ അതൊരു കുരങ്ങനെ പോലെ ആയിരുന്നു എന്നാണ്. ചിലർ പറഞ്ഞത് മങ്കിമാൻ ഉയരവും വീതിയുമുള്ള ആളാണ്, 8 അടി ഉയരമുള്ള ആള്. ചിലർ അവനെ 4-5 അടി ഉയരമുണ്ട് എന്നും പറയുന്നു. ചിലരുടെ അഭിപ്രായത്തിൽ അതൊരു പൂച്ചയെ പോലെ മാത്രമായിരുന്നു. എന്നാൽ മങ്കിമാനെ കുറിച്ചുള്ള ഏറ്റവും ഫേമസ് ആയ ചില കാര്യങ്ങൾ, മങ്കിമാൻ തലയിൽ ഒരു ഹെൽമെറ്റ് ധരിച്ചിരിക്കുന്നുവെന്നാണ്. 3 ബട്ടണുകളുള്ള ഒരു ടീഷർട്ട് അത് ധരിച്ചിരുന്നുവെന്ന്. ആദ്യത്തെ ബട്ടൺ അമർത്തിയാൽ മനുഷ്യനെ കുരങ്ങാക്കി മാറ്റും. 2ാമത്തെ ബട്ടൺ അമർത്തിയാൽ അതിന് അതിശക്തമായ ശക്തികൾ നൽകി. 3ാമത്തെ ബട്ടൺ അതിനെ അദൃശ്യനാക്കി മാറ്റി.
ഈ മങ്കിമാന് വളരെ നീളമുള്ളതും മൂർച്ചയുള്ളതുമായ ലോഹം കൊണ്ടുള്ള നഖങ്ങൾ ഉണ്ടായിരുന്നു. ആളുകളെ ഇതുപയോഗിച്ചാണ് ചൊറിയാനും മാന്താനും തുടങ്ങിയത്. അതിൻ്റെ കണ്ണുകൾ ചുവന്നിരിക്കും. വളരെ ഉയരത്തിൽ ചാടാൻ കഴിയുമെന്നും പറയപ്പെടുന്നു. ഒരു മേൽക്കൂരയിൽ നിന്ന് മറ്റൊന്നിലേക്ക് 20 അടി ഉയരത്തിൽ ചാടാൻ അതിന് കഴിയുമെന്നും പറയപ്പെടുന്നു. അത് കാലിൽ സ്പ്രിങ്ങുകൾ ധരിച്ചിരുന്നുവെന്നും ആളുകൾ വിശ്വസിച്ചു. ചിലർ പറയുന്നത് അതിൻ്റെ കൈകളിലൂടെ വൈദ്യുതി പ്രവാഹം കടന്നുപോയി എന്ന് പോലും. എന്നാൽ ഈ ഹെൽമെറ്റിൻ്റെയും ലോഹ നഖങ്ങളുടെയും ഈ വിവരണമെല്ലാം വളരെ ഫേമസ് ആയി തന്നെ മാറി. പറഞ്ഞ് അത് കൂടുതൽ അമാനുഷികമായി തന്നെ മാറി തുടങ്ങി. ഒരു മനുഷ്യനിൽ നിന്നും അതൊരു കുരങ്ങായി മാറി, പിന്നീട് അമാനുഷിക ജീവിയായി മാറി. ഇങ്ങനെ ആളുകൾ അതൊരു രൂപമാറ്റക്കാരനാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങി. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും ആശയക്കുഴപ്പത്തിലാക്കാനും വേണ്ടി മനഃപൂർവ്വം അത് സ്വയം രൂപം മാറ്റുകയാണെന്ന് വിശ്വസിച്ചു. 2001 മെയ് മാസം 14 പ്രാദേശിക പത്രങ്ങളാണ് മങ്കിമാനെ കുറിച്ച് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. അതിനുശേഷം മങ്കിമാൻ കേസുകൾ ഇങ്ങനെ കൃപാതീതമായി ഉയർന്നു വന്നു. പിന്നീട് പ്രധാനപ്പെട്ട വാർത്താ മാധ്യമ ചാനലുകളിലെല്ലാം ഇത് റിപ്പോർട്ടാകാൻ തുടങ്ങി. അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ പ്രധാനപ്പെട്ട വാർത്താ ചാനലുകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു ഇത്. മാധ്യമങ്ങളിലൂടെ മങ്കിമാന്റെ കഥ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ ഭയം വർദ്ധിക്കാനും ഇതൊരു കാരണമായി മാറി. ചില വാർത്താ ചാനലുകൾ റിപ്പോർട്ടർമാരുടെയും ക്യാമറാമാൻമാരുടെയും ഒരു സംഘം രൂപീകരിക്കാൻ തുടങ്ങി. മങ്കിമാൻ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഡൽഹിയിലെ പ്രദേശങ്ങളിലേക്ക് അവരെ അയക്കാൻ തുടങ്ങി. മങ്കിമാൻ ആക്രമിക്കുന്നതിൻ്റെ ഫോട്ടോയോ വീഡിയോയോ പകർത്തണമെന്നുള്ളതിന് വേണ്ടി രാത്രി മുഴുവനും പുറത്തു തങ്ങാനും ക്യാമറകൾ ഓണാക്കി വയ്ക്കാനും ആവശ്യപ്പെട്ടു. നിർഭാഗ്യവശാൽ ക്യാമറയിൽ ഒന്നും തന്നെ പതിഞ്ഞില്ല. പക്ഷെ ആളുകളിൽ ഭയം മാത്രം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ആളുകളൊക്കെ പുറത്ത് ഉറങ്ങുന്നത് തന്നെ നിർത്തി. വളരെ ഭയത്തോടു കൂടി നിഴൽ അല്ലെങ്കിൽ ചെറിയൊരു ശബ്ദം കേട്ടാൽ പോലും ഉടനെ പോലീസിനെ വിളിച്ചറിയിക്കുകയും ചെയ്തു. മങ്കിമാനെ കാണുമ്പോൾ ആക്രമിക്കാൻ കഴിയുന്ന തരത്തിൽ വടികളും ആയുധങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് ആ പ്രദേശത്ത് പെട്രോളിംഗ് നടത്താനായി ഒരു സംഘത്തെ തന്നെ രൂപീകരിച്ചു. ഈ ഗ്രൂപ്പുകൾക്കും ഭയം വളരെ കൂടുതലായിരുന്നു. അതിനാൽ കാണുന്ന നിരപരാധികളായ ആളുകളെ പോലും അവർ ആക്രമിക്കാൻ തുടങ്ങി. അത്തരമൊരു സംഭവത്തിൽ 150 പേരടങ്ങുന്ന ഒരു സംഘം മങ്കിമാൻ എന്ന് സംശയിച്ച ഒരാളെ ആക്രമിച്ചു. പിന്നീട് അയാൾ നിരപരാധിയാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇത്തരത്തിലുള്ള മറ്റൊരു സംഭവം നടന്നു. ഡൽഹിയിൽ പുലർച്ചെ തൻ്റെ വാൻ ഓടിച്ചുകൊണ്ടിരുന്ന ഒരു വാൻ ഡ്രൈവറെ ഈ ഒരു സംഘം ആക്രമിച്ചു. അദ്ദേഹത്തിൻ്റെ എല്ലുകളൊക്കെ ഒടിഞ്ഞു. വടക്ക് കിഴക്കൻ ഡൽഹിയിൽ രഘുനാഥ് പഥക് എന്ന വ്യക്തിയെ സ്വന്തം സഹോദരൻ മങ്കിമാൻ എന്ന് തെറ്റിദ്ധരിച്ചതിനാൽ ആക്രമിച്ചൊരു കേസ് പോലും ഉണ്ടായിരുന്നു. കാര്യങ്ങൾ ഇത്രയധികം മോശമായപ്പോൾ പോലീസിന് ഇതിൽ ഇടപെടേണ്ടി വന്നു എന്നുള്ളത് വ്യക്തമാണ്. പക്ഷെ പോലീസിന് എന്ത് ചെയ്യാൻ കഴിയും? മങ്കിമാൻ എന്ന വ്യക്തിയെക്കുറിച്ച് അവർക്ക് വലിയ തെളിവുകളൊന്നും ഇല്ലായിരുന്നു. അതിനാൽ ഡൽഹി പോലീസ് ഈ ഇരകളുമായി സംസാരിക്കാൻ തീരുമാനിച്ചു. മങ്കിമാൻ എന്ന വ്യക്തിയുടെ രേഖാചിത്രം വരാൻ ആവശ്യപ്പെട്ടു. ഇരകൾ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡൽഹി പോലീസ് മങ്കിമാൻ എന്ന വ്യക്തിയുടെ 2 രേഖാചിത്രം തയ്യാറാക്കി പൊതുജനങ്ങൾക്ക് മുൻപിൽ അത് അവതരിപ്പിച്ചു. അവരുടെ അഭിപ്രായത്തിൽ ഈ മങ്കിമാൻ ഈ സ്കെച്ചുകളിൽ ഏതെങ്കിലും ഒന്നിനെ പോലെയോ അല്ലെങ്കിൽ 2നോടും സാമ്യമുള്ള ഒന്ന് തന്നെ ആയിരിക്കണം. ഒരു സ്കെച്ചിൽ ആ മനുഷ്യന് വലിയ മൂക്കും വീതിയുള്ള മുഖവും ഉണ്ടായിരുന്നു. മറ്റൊന്നിൽ അയാൾക്ക് ഇടുങ്ങിയ മുഖവും മീശയും ഉണ്ടായിരുന്നു. സൺഗ്ലാസും ധരിച്ചിരുന്നു. ഡൽഹി പോലീസിന്റെ അഭിപ്രായത്തിൽ ഈ മങ്കിമാൻ ഒരു കുരങ്ങൻ എന്നതിനേക്കാൾ മനുഷ്യനായിരുന്നു. മങ്കിമാൻ ആക്രമണ സംഭവങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഡൽഹി പോലീസ് ഈ മങ്കിമാൻ എന്ന വ്യക്തിയുടെ ഹോട്ട്സ്പോട്ടുകളിലേക്ക്, അവ കൂടുതലായും വരും എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് 3000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെ അയച്ചു. കൂടാതെ ഈ ഹോട്ട്സ്പോട്ടുകളിൽ വൈദ്യുത തടസ്സം ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തി. തടസ്സമില്ലാത്ത വൈദ്യുതി വിതരണം ഉറപ്പാക്കണം. അങ്ങനെയാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല. എന്നിരുന്നാലും ആക്രമണങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ അവസാനിച്ചില്ല. അങ്ങനെ മെയ് മാസം 17 മുൻ ഡൽഹി പോലീസ് കമ്മീഷണർ അജയ് മങ്കിമാനെ പിടികൂടുന്ന വ്യക്തിക്ക് 50,000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു. അല്ലെങ്കിൽ മങ്കിമാന്റെ അറസ്റ്റിലേക്ക് നയിക്കുന്ന വിവരങ്ങൾ നൽകുന്നവർക്കും ഈ പാരിതോഷികം ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചു. എന്നിരുന്നാലും മങ്കിമാനെ കുറിച്ചുള്ള ഒരു വാർത്തയും ഉണ്ടായില്ല. ഈ മങ്കിമാന്റെ രഹസ്യം ഒരു രഹസ്യമായി തന്നെ തുടർന്നു. എന്നാൽ അടുത്തെന്താണ് സംഭവിച്ചത്? 2001 മെയ് മാസം 25 ശേഷം മങ്കിമാന്റെ ഈ സംഭവങ്ങൾ പതിയെ കുറഞ്ഞു. പോലീസിന് വ്യാജ കോളുകൾ ചെയ്യുന്നവർക്കെതിരെ ഡൽഹി പോലീസുകാർ കർശനമായ നടപടിയെടുക്കാൻ തീരുമാനിച്ചു. മങ്കിമാനെ കുറിച്ചുള്ള കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നവർ അല്ലെങ്കിൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്നവർ ഇവരെ ജയിലിൽ അടയ്ക്കും എന്ന് പരസ്യമായ മുന്നറിയിപ്പ് നൽകി. മങ്കിമാനെ കുറിച്ച് പോലീസിന് ലഭിച്ച 379 കോളുകളിൽ 303 വ്യാജമായിരുന്നു. വ്യാജ കിംവദന്തികൾ പ്രചരിപ്പിച്ചതിന് ചിലരെ അറസ്റ്റും ചെയ്തു.
കിഴക്കൻ ഡൽഹിയിൽ നിന്ന് 2 പേരെ അറസ്റ്റ് ചെയ്തു. വടക്ക് കിഴക്കൻ ഡൽഹിയിൽ നിന്നുള്ള ഒരു ഡോക്ടർ, അയാൾ തന്റെ സർജിക്കൽ ഗ്ലൗസിൽ വായു നിറച്ച് അതിലൊരു തവിട്ട് പെയിന്റ് അടിക്കുകയും തന്റെ ബാൽക്കണിയിൽ നിന്നും പുറത്തേക്ക് എറിയുകയും ചെയ്തു. എന്നിട്ട് താൻ മങ്കിമാന്റെ കൈ കണ്ടതായി അയൽക്കാരനോട് തന്നെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ അറസ്റ്റിന് ശേഷം ആളുകൾ ഒരൽപ്പം ഭയപ്പെടാൻ തുടങ്ങി. വ്യാജ കിംവദന്തികൾ പ്രചരിപ്പിച്ചാൽ പോലീസ് തങ്ങളെ അറസ്റ്റ് ചെയ്യുമെന്നവർ വിശ്വസിച്ചു. മങ്കിമാന്റെ തെളിവൊന്നും നമുക്ക് കാണിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും പോലീസ് അവരെ അറസ്റ്റ് ചെയ്യും. അതിനാൽ പലരും മൗനം പാലിച്ചു. എല്ലായ്പ്പോഴും സംഭവിക്കുന്നത് പോലെ 2 ആഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങൾക്ക് ഈ കഥയിലുള്ള എല്ലാ താല്പര്യങ്ങളും നഷ്ടപ്പെട്ടു. ഒടുവിൽ കുറച്ച് ആഴ്ചകൾക്കും മാസങ്ങൾക്കും ശേഷം മങ്കിമാന്റെ സംഭവം പൂർണ്ണമായും നിലച്ചു. ഇവിടെ ഏറ്റവും വലിയൊരു ചോദ്യം, മങ്കിമാന്റെ രഹസ്യം എന്താണ്? യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? 2001 ഡൽഹിയിൽ ഭീകരത പ്രചരിപ്പിച്ച മങ്കിമാൻ ആരായിരുന്നു? സത്യത്തിൽ ഈ നിഗൂഢതയ്ക്ക് വലിയ രഹസ്യമൊന്നുമില്ല. മറിച്ച് ഇത് മാസ് ഹിസ്റ്റീരിയ എന്നറിയപ്പെടുന്ന ഒരു മാനസിക പ്രതിഭാസമാണ്. 2001 ജൂൺ മാസത്തിൽ ഡൽഹിയിൽ ഇങ്ങനെ പേടിച്ചരണ്ടിരുന്ന ജനങ്ങളോട് മങ്കിമാനെ കുറിച്ച് ചോദിച്ചാൽ ചിലർ അവർ കൊണ്ടുവന്ന കഥകൾ ഉപയോഗിച്ച് മറുപടി നൽകും. ഇതിനെക്കുറിച്ച് അതിശയം തോന്നിപ്പിക്കുന്ന ചില തിയറികളും പുറത്തു വന്നിരുന്നു. ചിലർ ഇത് അമേരിക്ക, ചൈന അല്ലെങ്കിൽ പാകിസ്ഥാൻ ആസൂത്രണം ചെയ്തതാണ് എന്ന് അവകാശപ്പെടുന്നു. മങ്കിമാൻ ഒരു കാട്ടിലേക്ക് പോയി അപ്രത്യക്ഷനായി മനുഷ്യ നാഗരികതയിൽ നിന്നും അകന്നുപോയി എന്നൊക്കെ ചിലർ വിശ്വസിച്ചു. ഇനി മങ്കിമാൻ മറ്റൊരു ഗ്രഹത്തിൽ നിന്നുള്ള ഒരു അന്യഗ്രഹ ജീവിയാണെന്നും ചിലർ വിശ്വസിച്ചു. അത് തിരിച്ചെത്തുകയും രാജ്യത്തിന്റെ മറ്റൊരിടത്തേക്ക് ഓടിപ്പോയി എന്നും പറയുന്നു. 2001 മെയ് മാസം 27 ആസമിൽ ഏകദേശം പകുതി മനുഷ്യനും പകുതി ചെന്നായയും പോലുള്ള ഒരു ജീവി ഭീകരത പടർത്താൻ ശ്രമിച്ചതായി റിപ്പോർട്ടുകൾ വന്നു. ആക്രമിക്കുന്നതിന് മുൻപ് ആ ജീവി അപ്രത്യക്ഷമായി എന്നും പറയുന്നു. അദൃശ്യമായി എന്നൊരു വാക്ക് അവിടെ വന്നതുകൊണ്ട് തന്നെ മങ്കിമാൻ ഡൽഹിയിൽ നിന്നും ആസാമിലേക്ക് താമസം മാറി എന്ന് പോലും ആളുകൾ പറഞ്ഞു തുടങ്ങി. അടുത്ത വർഷം 2002 മുംബൈയിൽ സമാനമായ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ മനഃശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ അത്തരം സംഭവങ്ങളെ മാസ് ഹിസ്റ്റീരിയ എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മാസ് സൈക്കോളജിക് രോഗം. ഒരു കൂട്ടം ആളുകൾ അസാധാരണമായ യുക്തിരഹിതമായ പെരുമാറ്റം ചിത്രീകരിക്കുകയും യുക്തിരഹിതമായ കാര്യങ്ങളിൽ വിശ്വസിക്കാൻ തുടങ്ങുകയും യുക്തിരഹിതമായ വികാരങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണിത്. ഈ രോഗം ഒരു പകർച്ചവ്യാധിയാണ്. ഇത് ആളുകൾക്കിടയിൽ വളരെ വേഗത്തിൽ തന്നെ പടരും. എന്നാൽ ഇതൊരു ശാരീരിക രോഗമല്ല. പറഞ്ഞു വന്നാൽ മനുഷ്യന്റെ സ്വഭാവത്തിന്റെ ഒരു രൂപമാണിത്. പരസ്പരം കൂടുതൽ സൗഹൃദം പുലർത്തുന്ന സമൂഹത്തിലാണ് ഈ മാസ് ഹിസ്റ്റീരിയ കൂടുതലായും വ്യാപിക്കുന്നത്. ന്യൂഡൽഹിയിലെ 2 ഡോക്ടേഴ്സ് പഠനം നടത്തി മങ്കിമാൻ കേസ് ഒരു മാസ് ഹിസ്റ്റീരിയയുടെ അസാധാരണമായ ഉദാഹരണമാണെന്ന് പ്രഖ്യാപിച്ചു. പിന്നീട് ഇവർ 2003 ഇന്ത്യൻ ജേർണൽ ഓഫ് മെഡിക്കൽ സയൻസിൽ അവരുടെ ഈ പഠനം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അവരുടെ അഭിപ്രായത്തിൽ മാസ് ഹിസ്റ്റീരിയയുടെ ഒരു കേസായി വർഗീകരിക്കാൻ ഒരു ട്രിഗർ ഉണ്ടായിരിക്കണം. ഒരു മരണം, കാഴ്ച അല്ലെങ്കിൽ ഒരു ശബ്ദം, എന്ത് വേണമെങ്കിലും. ഇവിടെ ഈ മങ്കിമാന്റെ കാര്യത്തിൽ ഇത് ഒരു നിഴലായിരുന്നു. ആളുകൾ ഒരു മങ്കിമാൻ എന്ന വ്യക്തിയെ കണ്ടതായി വിശ്വസിച്ചു. രാത്രിയുടെ ഇരുട്ടിൽ ക്രമരഹിതമായ ഒരു ശബ്ദം എന്തെങ്കിലും കേട്ടാലോ നിഴൽ കണ്ടാലോ അതൊരു ട്രിഗറായി തന്നെ ജനങ്ങൾക്കുള്ളിൽ പ്രവർത്തിച്ചു. ഇത് ആളുകളിൽ ഭയം പരത്തി. ഭയം അവിടെ ഒരു വൈറസ് പോലെ തന്നെ പെരുമാറി. കുടുംബാംഗങ്ങൾ, അയൽക്കാർ, അയൽപ്പക്കങ്ങൾ എന്നിവരിൽ ഭയം എളുപ്പത്തിൽ പടരും. ജനങ്ങളുടെ പെരുമാറ്റം, പരിഭ്രാന്തി, ഭയം എന്നിവ വളരെ വേഗത്തിൽ പടരാനും തുടങ്ങി. ഈ സംഭവങ്ങളെല്ലാം ഉയർന്ന ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലാണ് നടക്കുന്നത്. രണ്ടാമത്, ഈ സംഭവങ്ങളുടെ ഇരകളിൽ 94% പേരും സമൂഹത്തിലെ ദരിദ്ര വിഭാഗത്തിലുള്ളവരാണ്. അവർ കിഴക്കൻ ഡൽഹിയിലെ ഏറ്റവും ദരിദ്ര പ്രദേശത്താണ് താമസിക്കുന്നത്. 89% കേസുകളും താഴ്ന്ന സാമൂഹിക സാമ്പത്തിക സ്ഥിതിയിലുള്ള ആളുകളായിരുന്നു. അവർ കൂടുതൽ വിദ്യാഭ്യാസമൊന്നും നേടിയിട്ടില്ല, അന്ധവിശ്വാസികളുമാണ്. അവർ യുക്തി ഉപയോഗിക്കുന്നതിന് പകരം അവരവരുടെ ഭാവനയാണ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അവർക്ക് ചുറ്റുമുള്ള ആളുകൾ കെട്ടിച്ചമച്ച കഥയിൽ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ അത് സത്യമാണെന്ന് ഇവരും വിശ്വസിക്കാൻ തുടങ്ങുന്നു. മങ്കിമാൻ ഉണ്ടെന്ന് കൂടുതൽ ആളുകൾ ഇങ്ങനെ കണ്ടെത്തിയപ്പോൾ കൂടുതൽ കേസുകൾ വീണ്ടും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അവരും മങ്കിമാനെ കണ്ടതായി, ഏത് നിഴലവർ കണ്ടാലും അത് മങ്കിമാനായിരിക്കുമെന്ന് അവർ കരുതി.
പോരാത്തതിന് ഈ ഒരു വൈറസ് പടർത്തുന്നതിൽ ഇന്ത്യൻ മാധ്യമങ്ങൾ വലിയൊരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു. 2001 പുതിയതും സ്വകാര്യവുമായ വാർത്താ ചാനലുകളെല്ലാം ഒരുപാട് വന്നു. പരമാവധി കാഴ്ചക്കാർക്കായി ഈ വാർത്താ ചാനലുകളെല്ലാം മത്സരിക്കുകയായിരുന്നു. അതുകൊണ്ട് അവർ അന്ന് തന്നെ വാർത്തകളെല്ലാം സെൻസേഷനലൈസ് ചെയ്യാൻ തുടങ്ങി. മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളിൽ തങ്ങളെ തന്നെ കാണാനും ആളുകൾക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. നിരവധി ആളുകൾ അതുകൊണ്ട് തന്നെ തെറ്റായ കഥകൾ മെനഞ്ഞ് മാധ്യമങ്ങൾക്ക് ഇന്റർവ്യൂ കൊടുത്തു. വാർത്താ ചാനലുകളോട് തങ്ങളുടെ കഥ പറഞ്ഞാൽ ടിവിയിൽ പ്രത്യക്ഷപ്പെടാൻ അവസരം ലഭിക്കുമെന്ന് അവർക്കറിയാം. മറ്റൊരു കാര്യം, 2001 എന്നത് ആളുകൾ കൂടുതലായും സ്വകാര്യ വാർത്താ ചാനലുകൾ കാണാൻ തുടങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു. വാസ്തവത്തിൽ മിക്കവാറും എല്ലാവരും വാർത്താ ചാനലുകളെല്ലാം അന്ധമായി വിശ്വസിച്ചു. ഇന്ന് ഈ വാർത്താ ചാനലുകളും അവരുടെ അസംബന്ധങ്ങളും വിശ്വസിക്കാൻ കഴിയില്ല എന്നറിയാം. എന്നാൽ 20 വർഷം മുൻപ് ആളുകൾ നിഷ്കളങ്കരായിരുന്നു. വാർത്താ ചാനലുകൾ എല്ലായ്പ്പോഴും വിശ്വസനീയമല്ലെന്ന് അവർക്കറിയില്ലായിരുന്നു. വാർത്തയിൽ കാണിക്കുന്നതെല്ലാം അവർ വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ മങ്കിമാൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതും അവർ വിശ്വസിച്ചു. ഈ കൂട്ട ഹിസ്റ്റീരിയയ്ക്ക് പോലീസ് മാധ്യമങ്ങളെയും കുറ്റപ്പെടുത്തി. ഒരുപാട് സമ്മർദ്ദം അനുഭവിക്കുന്നവർക്കിടയിലാണ് ഹിസ്റ്റീരിയ വളരെ വേഗത്തിൽ വ്യാപിക്കുന്നത്. അതും ഈ ഒരു ഹിസ്റ്റീരിയയിൽ ബാധിക്കപ്പെട്ടവർ 20-30 വയസ്സിനും ഇടയിലുള്ളവരായിരുന്നു. അവർ വളരെ കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവരായിരുന്നു. സമ്മർദ്ദം അത്രയേറെ അനുഭവിച്ചവരായിരുന്നു. ഒരുപാട് ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നവരായിരുന്നു. ജോലി ചെയ്ത് ക്ഷീണിച്ചുറങ്ങാൻ കിടക്കുമ്പോൾ ആ കാലത്ത് വൈദ്യുതി തടസ്സവും ഉണ്ടായിരുന്നു. അങ്ങനെ വല്ലാത്ത സമ്മർദ്ദത്തിലായി. ഇങ്ങനെ എല്ലാ കാരണങ്ങൾ കൊണ്ടും ഈ മങ്കിമാൻ സംഭവം മാസ് ഹിസ്റ്റീരിയയുടെ ഒരു ഉത്തമ ഉദാഹരണമായി തന്നെ മാറി. പക്ഷേ മാസ് ഹിസ്റ്റീരിയ സമൂഹത്തിൽ വളരെ വേഗത്തിൽ വ്യാപിക്കുകയും അതേ വേഗത്തിൽ തന്നെ കുറയുകയും ചെയ്തു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ മങ്കിമാൻ എല്ലാവരുടെയും ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷനായി. പക്ഷെ ഇപ്പോഴും നിങ്ങൾക്കൊരു ചോദ്യം വരേണ്ടതാണ്. മങ്കിമാൻ എന്നൊരു പ്രതിഭാസം മുഴുവനും വെറും ഒരു മിഥ്യയാണെങ്കിൽ അപ്പോൾ ആളുകളുടെ കൈകളിലും കാലുകളിലുമെല്ലാം പോറലുകൾ ഉണ്ടായതായും കടിയേറ്റ പാടുകൾ ഉണ്ടായിരുന്നതായുമുള്ള കേസുകൾ ഉണ്ടല്ലോ. അതിന്റെ കാര്യം എന്താണ്? ആളുകൾ കാണിച്ച മുറിവുകളുടെ പാടുകൾ യഥാർത്ഥം തന്നെയാണ്. ഇരകൾക്കുണ്ടായിരുന്ന പരിക്കുകൾ യഥാർത്ഥമാണോ ഇല്ലയോ എന്ന് കണ്ടെത്താൻ ഡൽഹി പോലീസ് അന്വേഷണം നടത്തി. അന്വേഷിക്കാൻ ഡോക്ടേഴ്സിനെ വിളിച്ചു. വൈദ്യ പരിശോധനകൾ നടത്തിയ ശേഷം പരിക്കുകൾ യഥാർത്ഥമാണെന്ന് ഡോക്ടർ കണ്ടെത്തി. എന്നാൽ മുറിവുകൾ ഒരു മൃഗം മൂലം ഉണ്ടായതാണ്. പക്ഷേ അത് ലോഹ നഖമുള്ള അമാനുഷികമായ ഒരു മങ്കിമാൻ കാരണമല്ല എന്ന് ഡോക്ടർ പറഞ്ഞു. മറിച്ച് എലികളുടെയും തെരുവ് നായ്ക്കളുടെയും കടിയേറ്റ പാടുകളായിരുന്നു അവയെല്ലാം. ആളുകൾക്കുണ്ടായിരുന്ന ഈ പരിക്കുകളെല്ലാം മൂർച്ചയേറിയ ഏതൊരു വസ്തു കാരണം ഉണ്ടായതാണെന്ന് കണ്ടെത്തി. അതായത് ആളുകൾ പരിഭ്രാന്തരായി ഓടുമ്പോൾ അവർ വിവിധ വസ്തുക്കളുമായി കൂട്ടിയിടിക്കും, വീഴും, പോറലുകൾ സംഭവിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. മങ്കിമാൻ ആക്രമണങ്ങളുടെ 2 ഭാഗവും അർദ്ധരാത്രിക്കും രാവിലെ 6 മണിക്കും ഇടയിലായിരുന്നു സംഭവിച്ചത്. പവർ കട്ട് ഉണ്ടാകുമ്പോൾ ആളുകൾ ഗാഠനിദ്രയിലായിരുന്നു. അതിനാൽ ആളുകൾ പെട്ടെന്ന് ഞെട്ടി ഉണർന്ന് പരിഭ്രാന്തരായി ഓടേണ്ടി വരുമ്പോൾ അവർ ചുമരുകളിലും വസ്തുക്കളിലും ഇടിക്കുകയും പരിക്കുകൾ, പോറലുകൾ ഏൽക്കുകയും ചെയ്യും. അത് വളരെ ലളിതമായിരുന്നു. മങ്കിമാൻ കേസുകൾ യഥാർത്ഥത്തിൽ കൂട്ട സെൽഫ് ഡിലൂഷൻ കേസുകളാണെന്നും ഇന്ത്യൻ നാഷണലിസ്റ്റ് അസോസിയേഷൻ പോലും പ്രഖ്യാപിച്ചു. മാധ്യമങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാൻ ചിലർ മനഃപൂർവ്വം പരിക്കുകൾ സംഭവിച്ചുവെന്നും പറഞ്ഞു തുടങ്ങി. പിന്നീട് ഈ മങ്കിമാനെ കുറിച്ചുള്ള ഏറ്റവും കൂടുതൽ കോളുകൾ വന്ന സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പവർ കട്ട് ഉണ്ടാകുന്നതെന്നും പോലീസുകാർ കണ്ടെത്തി. ഇത് പോലീസുകാർക്ക് ഒരു സംശയത്തിന് കാരണമായി. കാരണം ഇങ്ങനെ മങ്കിമാൻ സംഭവങ്ങളെ കുറിച്ച് വിളിച്ചു പറയുകയാണെങ്കിൽ ആ പ്രദേശത്ത് സുരക്ഷ ഉറപ്പാക്കാനായി അവിടെ വൈദ്യുതി തടസ്സം ഉണ്ടാകുന്നില്ല എന്ന് പോലീസുകാർ ഉറപ്പുവരുത്തും. ഇത് അവിടെയുള്ള ജനങ്ങൾക്ക് അറിയാമായിരുന്നു. അപ്പോ വൈദ്യുതി വേണമെന്ന് മാത്രമാണ് അവർ ആഗ്രഹിച്ചത്. അതുകൊണ്ട് മങ്കിമാൻ വന്നു എന്നുള്ള വ്യാജ കോളുകൾ പോലീസിന് ചെയ്യാൻ തുടങ്ങി. അയൽവക്കത്ത് വൈദ്യുതി വിച്ഛേദിക്കപ്പെടുമ്പോഴെല്ലാം അവിടെ നിന്ന് പോലീസിന് കോളുകൾ വരാൻ തുടങ്ങി. ജനങ്ങൾ വൈദ്യുതി തിരികെ ലഭിക്കാനുള്ള എളുപ്പ വഴിയായി മങ്കിമാനെ കണ്ടു. അതുകൊണ്ടാണ് പിന്നീട് ഡൽഹി പോലീസ് ഒരു മുന്നറിയിപ്പ് കൊടുത്തത്, വ്യാജ പ്രചരണം നടത്തുന്നവരെ അറസ്റ്റ് ചെയ്യുമെന്ന്. അതുപോലെ പോലീസ് ചിലരെ ജയിലിലടച്ചപ്പോൾ അനാവശ്യമായി വരുന്ന ഈ കോളുകൾ എല്ലാം തന്നെ പതിയെ പതിയെ കുറഞ്ഞു വന്നു. മൊത്തത്തിൽ ഇത് രസകരമായ ഒരു സാംസ്കാരിക പ്രതിഭാസമായിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് വളരെയധികം പഠിക്കാൻ കഴിയും. ജനങ്ങൾ അധികം വിദ്യാഭ്യാസം നേടാത്ത മേഖലകളിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. സാമൂഹിക സാമ്പത്തിക നില കുറവുള്ള ദരിദ്ര കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് അന്ധവിശ്വാസത്തിൽ വിശ്വസിക്കുന്നവർ. മാനസികവും പാരിസ്ഥിതികവുമായ സമ്മർദ്ദം അനുഭവിക്കുന്നവർ. ഇവർക്കിടയിലെല്ലാം മാസ് ഹിസ്റ്റീരിയ വളരെ വേഗത്തിൽ തന്നെ വ്യാപിച്ചു. ഇതിന് മാധ്യമങ്ങളും വലിയൊരു പങ്ക് തന്നെ വഹിച്ചു. മങ്കിമാൻ വീഡിയോ ചെയ്യാനായി ഒരുപാട് പേർ ആവശ്യപ്പെട്ടിരുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. ഇതിൽ ഏകദേശം എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുവെന്നാണ് വിശ്വസിക്കുന്നത്. ഇനിയും ഇതിൽ ഞാൻ ഉൾപ്പെടുത്താൻ വിട്ടുപോയി എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് കമന്റിൽ പറയുക. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റിൽ പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള വളരെ വ്യത്യസ്തമായ വീഡിയോസിനെ കുറിച്ച് അറിയാനായി വിക്കിവോക്സ് മലയാളം എന്ന നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.